ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വിഷു ആയിട്ട് തൃശ്ശൂർ സ്പെഷ്യൽ നെയ്യപ്പം അല്ലെങ്കിൽ വെളിച്ചെണ്ണപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നേക്കുന്നത്. അമ്മാസ് റെസിപ്പിയിലെ റെസിപ്പി നമ്പർ 3 ആണെന്ന്. പൊട്ടാത്ത രീതിയിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് നല്ല സൂപ്പറായിട്ട് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാം. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 1 കിലോ പച്ചരി 1 മണിക്കൂർ നമ്മൾ കുതിർത്ത് കോരി വെച്ചേക്കുന്നതാണ് ഞാനിവിടെ ആദ്യ ഇൻഗ്രീഡിയൻറ്റ് കാണിക്കുന്നത്. ഓക്കെ, നാളികേരം നമ്മൾ ഒരു ഇടത്തരം നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് 1 പിടി, 1 സ്പൂൺ ജീരകം, ഏലക്ക, 1 പിടി തേങ്ങാക്കൊത്ത്, 350 ഗ്രാം ശർക്കര നമ്മൾ പാനിയാക്കി അരിച്ച് വെച്ചേക്കണത്, 2 പപ്പടം, 1 പഴം. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ആദ്യമേ തന്നെ നമ്മൾ കുതിർത്ത് കോരി വാരി വെച്ചേക്കുന്ന അരി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ നോർമൽ പച്ചരിയാണ് കേട്ടോ, അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പച്ചരി തരിയോടുകൂടി വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. ഭയങ്കര നൈസാക്കാണ്ട് ഇച്ചിരി തരിതരിപ്പുള്ള പൊടിയായിരിക്കണം. ഇനിയും സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നാളികേരം വറുത്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു ഇടത്തരം നാളികേരമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒരുപാട് നാളികേരം എടുത്തിട്ടില്ല. അത് നന്നായിട്ടൊന്ന് വറക്കണം. അതായത് ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെയാണ് നമ്മളിത് വറക്കേണ്ടത്. ഈ ഒരു കളർ വരണം. ഒരുപാട് കരിഞ്ഞു പോവുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് പച്ചയായിട്ട് കിടക്കുകയും ചെയ്യരുത്. നമുക്ക് ക്രഷ് ചെയ്യാൻ പറ്റണം. നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം. അതുപോലത്തെ പരുവത്തിൽ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. കുറച്ച് നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും വറുത്തെടുക്കണം. തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഒക്കെ നമുക്ക് എന്താ പറയുക, ആ നെയ്യപ്പം കടിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് കിട്ടാനായിട്ടാണ് കേട്ടോ ഇടുന്നത്. അതായത് നല്ലൊരു ഇങ്ങനെ ചവയ്ക്കാനും കടിക്കാനും ഒക്കെ കിട്ടും. അപ്പം നല്ല ടേസ്റ്റാണ്. അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് അത് വേണ്ടെന്ന് വയ്ക്കാം. പക്ഷെ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ഒക്കെ ഇടുന്നത് മസ്റ്റാണ്. ഓക്കെ, അപ്പം അതും നന്നായിട്ട് മുരിച്ചെടുക്കണം. നന്നായിട്ട് അത് വറുത്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ദാ അണ്ടിപ്പരിപ്പ് തേങ്ങാക്കൊത്ത് ഇവിടെ വറുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ അതും കൂടെ നന്നായിട്ട് മുരിച്ചെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അമ്മ തൃശ്ശൂർക്കാരിയാണ്. അപ്പം അമ്മ നെയ്യപ്പം സ്പെഷ്യലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന നെയ്യപ്പൊക്കെ നല്ല സൂപ്പറാണ്, ഒരു രക്ഷയില്ല അത് കഴിച്ചു കഴിഞ്ഞാൽ. ഇനി നെക്സ്റ്റ് നമ്മൾ ജാർ എടുത്ത് അതിൽ പപ്പടം, പഴം, ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ മിക്സ് നമ്മൾ നമ്മുടെ അരിപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഈ പപ്പടം ഇടുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെയ്യപ്പം കേട് വരാതിരിക്കാനാണ് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ നാളികേരം എടുത്ത് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യണം. അപ്പോൾ ഒന്ന് തരിതരിതരയായിട്ട് കിട്ടും. ഈ നാളികേരം ക്രഷ് ചെയ്തതും കൂടി നമ്മൾ നമ്മുടെ ഈ ഒരു മാവിലോട്ട് ഇടുകയാണ്. അതായത് അരിപ്പൊടി നമ്മൾ അരച്ചു വെച്ചിരുന്ന പപ്പടം, പഴം, ശർക്കര അത് മിക്സിലോട്ട് നമ്മൾ ഈ തേങ്ങ വറുത്തതും കൂടി ഇടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പപ്പടം ഇടുന്നത് നെയ്യപ്പം കേട് കൂടാണ്ട് കുറേ ദിവസം ഇരുന്നോളൂ, അതിന് വേണ്ടിയിട്ടാണ്. 2 പപ്പടമൊക്കെ മതിയാവും. പിന്നെ പഴം ഇടുന്നത് നമുക്ക് നെയ്യപ്പത്തിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ സംഭവങ്ങളെല്ലാം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കണം. ഇനി ഈ കുഴച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ശർക്കര പാനി ഉണ്ടല്ലോ, അതും കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. അതായത് ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, ആ കൺസിസ്റ്റൻസി നോക്കണം. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ മധുരവും നോക്കണം. മധുരം കൂടുതൽ വേണമെന്നും പറഞ്ഞ് ശർക്കര കുറേ അങ്ങോട്ട് വാരിക്കോരി ഒഴിക്കുക ചെയ്യരുത്. അപ്പോൾ നമ്മളിപ്പോൾ ശർക്കരയൊക്കെ ഒഴിച്ചൊഴിച്ച് പതുക്കെ അമ്മ അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയാണ് നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കുന്നത്. നന്നായിട്ട് നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് എല്ലാം കൂടി അങ്ങോട്ട് മിക്സായി കൂട്ടിക്കുഴഞ്ഞിങ്ങനെ വരുന്നത്. ഇനി കുറച്ച് ബാക്കിയുണ്ടായിരുന്ന ശർക്കരയും ഒഴിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂ ആൻഡ് നമ്മുടെ തേങ്ങാക്കൊത്ത് അതും ഇട്ട് ഒരു പിടി എള്ള് നമുക്ക് കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ,
അപ്പോൾ ഒരു പിടി എള്ളും, ഒരു പിടി വേണ്ട, ഒരു സ്പൂൺ, ഒരു സ്പൂൺ എള്ള് അത് മതി. എള്ളും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് എടുക്കണം. എന്നിട്ട് നമ്മൾ ഇതൊരു 4 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചത്. ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചു. അപ്പോൾ ഒരു മണിയൊക്കെ ആയപ്പോൾ ഇത് ബാറ്ററൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു 4 മണി 4:15 ആയപ്പോഴാണ് ഇത് റെഡിയാക്കാൻ തുടങ്ങിയത്. ഇതിപ്പം നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമ്മളിത് മൂടി വെച്ച് 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വിടുക. 4 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു പാൻ വെക്കുക. കുഴിയുള്ള പാൻ വേണം കേട്ടോ, എന്നാലേ നെയ്യപ്പം നല്ല പൊങ്ങി വരുള്ളൂ. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോ തവി നമ്മൾ നമ്മുടെ നെയ്യപ്പം ഒഴിച്ചു കൊടുക്കാം. നെയ്യപ്പത്തിൻ്റെ കറക്റ്റ് ഒരു പാകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെയ്യപ്പം ബാറ്ററിൻ്റെ നടുവ് പൊങ്ങി വരും. തന്നെ നമ്മുടെ ഈ പാത്രം എന്താണോ നമ്മൾ ചട്ടി വെച്ചേക്കുന്നത് അതിൽ നിന്ന് വിട്ടിങ്ങനെ വരണം. എന്നിട്ട് നടു ഇങ്ങനെ പൊങ്ങി വരണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നെയ്യപ്പം നല്ല കറക്റ്റാണ്, നമ്മുടെ ബാറ്റർ നല്ല സൂപ്പറായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ നെയ്യപ്പം ഇങ്ങനെ തന്നെ വിട്ട് വരികയും ചെയ്തു, നന്നായിട്ട് പൊങ്ങുകയും ചെയ്തു. ഇനിയിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ചാൽ, നമ്മൾ നെയ്യപ്പം ഒഴിക്കുമ്പോൾ, മാവ് ഒഴിക്കുമ്പോൾ തീ കുറച്ച് വയ്ക്കുക. എന്നിട്ട് തീ കൂട്ടിയിട്ടിട്ട് നമുക്ക് മുരിച്ചെടുത്ത് കോരി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മളിത് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് ഇത് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണ്. ഈ ഒരു രീതിക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന രീതിക്ക് നമ്മൾ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ പൊട്ടേയില്ല. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ ഒരു നെയ്യപ്പം കോരിയെടുത്തു. അതുപോലെ തന്നെ നമുക്ക് കുറേ കൂടി നെയ്യപ്പം അങ്ങോട്ട് കോരി എടുക്കാം. എന്താ ഇതിപ്പോൾ ചൂട് കുറച്ചിട്ടിട്ട് നെയ്യപ്പത്തിൻ്റെ ഒരു തവി നമ്മൾ ഒഴിച്ചു, അതായത് ബാറ്ററിൻ്റെ ഒരു തവി നമ്മൾ ഒഴിച്ചു. ഗ്യാസ് കൂട്ടി വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ തിളച്ച് നന്നായിട്ട് തന്നെ വിട്ടിങ്ങനെ പോരും. കണ്ടില്ല, മേളിലോട്ട് ഇങ്ങനെ പൊങ്ങി പോരും. ഇങ്ങനെ മേളിലോട്ട് പൊങ്ങി വന്നു, നടുവ് നന്നായിട്ട് പൊങ്ങി കഴിഞ്ഞു എന്ന് കാണുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അതുവരെ ഇങ്ങനെ നമുക്ക് മനസ്സിൽ ടെൻഷനായിരിക്കും. പക്ഷെ ഈ ഒരു രീതിക്ക് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പൊട്ടലും ഒന്നും ഇല്ലാണ്ട് അടി ഒട്ടിപ്പിടിച്ചിരിക്കുക, നടുവ് പൊട്ട് ഒന്നും ചെയ്യില്ല കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും നെയ്യപ്പമൊക്കെ അങ്ങനെ കോരി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വടക്കുംനാഥൻ്റെ നാട്ടിലെ സ്വന്തം നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത്. അപ്പം അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഈ ഒരു നെയ്യപ്പത്തിന്. അപ്പോൾ വിഷുവായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വിഷുവൊക്കെ ആയിട്ട് നല്ല നെയ്യപ്പമൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ടൊക്കെ വിഷുവൊക്കെ സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാം കോരി ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ആൻഡ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ബൈ ബൈ.